ഈ വർഷത്തെ സാഹിത്യ പുരസ്കാര ജേതാവും നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ശ്രീ ഉണ്ണികൃഷ്ണൻ കുളിയങ്കാവിനും കുളിയങ്കാവിൻ്റെ സ്നേഹാദരം പരിപാടി ഏതാനും നിമിഷങ്ങൾക്കകം വേദിയിൽ ആരംഭിക്കുന്നതാണ്. മുഴുവൻ നാട്ടുകാരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. നല്ല ഫോമിലാണല്ലോ. കുളിയങ്കാവിന് അനുമോദനം. അത് ആണ്. അതെന്താ എന്നെ നിന്നെ കാണാനായിട്ട് തോന്നിയിട്ടേ ഇല്ല? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്റെ ഒരു വിധി. എത്ര ആലോചന വന്നതാ. അതിനെങ്ങനെ? അച്ഛനെ നോട്ട പണത്തിലായിരുന്നല്ലോ. ഇയാളുടെ ഉള്ളിലെ മദ്യത്തിന്റെ മണം മനസ്സിലാക്കാൻ ആർക്കും പറ്റാതെയും പോയി. ഓ, നീ വലിയ പണക്കാരിയല്ലേ? സ്വർണ്ണക്കൊലുസിട്ടോള്. നമ്മളെ കുളിയങ്കാവിന്റെ കഥയിലുണ്ടല്ലോ, ഓമെടുക്കനാ കഥാകാരൻ. കണ്ടു പഠിക്ക്. ഉണ്ണികൃഷ്ണനെ എനിക്ക് പരിചയപ്പെടുത്തണ്ട. നെല്ലും പതിരും തിരിച്ചറിയാത്ത പൊട്ടിയായി പോയില്ലേ? എനിക്കും ഉണ്ടായിരുന്നില്ലേ കുറെ എഴുത്തും കുത്തും പാട്ടും എല്ലാം. ഇപ്പൊ എന്തായി? ഇപ്പൊ എഴുത്തുമില്ല പാട്ടുമില്ല. അല്ല, ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. പെണ്ണിന് എന്തുണ്ടായാലും പാളയിലാ ചോറ്. തുള്ളിയിട്ടും പാടിയിട്ടും ചട്ടിന്ന് പുറത്തു പോവില്ല. വാ, ചോറുണ്ണാ. എനക്ക് വേണ്ട, ഞാൻ കഴിച്ചു. പിന്നെ ഓർക്കാ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയേ? ഓ, അപ്പൊ ശയനായി. ഉറങ്ങിക്കോ. വേണമെങ്കിൽ ഒരു താരാട്ടം ആവാം. അല്ലാതെ മറ്റൊരു താരാട്ടിന് എനിക്ക് യോഗമില്ലല്ലോ. അല്ലേ, ഞാനൊരു ഹോംവർക്കും ചെയ്തിട്ടില്ല. ഞാനും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ചുട്ടടിമോണിച്ചിട്ട് എണേ സ്കൂളിൽ പോവാണ്ട് അടക്കാർക്കാൻ വന്നിനി തടിയൻ. കളിയാക്കലണേ. ഞാനെന്ത് ഈ പണി ഞാൻ ചേരും. ബാബേ, അമ്മേ അമ്മേ അമ്മേ, ഇതാ പൈസ. മോൻ എന്തെങ്കിലും കഴിച്ചിനാ? ഇല്ല. എന്നാ പോയി കഞ്ഞി കുടിക്ക്. ഇന്നാടെ അടക്കോറിക്കാൻ പോയിന് മോനെ. കുഞ്ഞിരാമൻ നായരാടാ. സ്കൂളിൽ പോവാൻ വൈദ്യുമല്ല മോനെ. കരിവാർക്കുന്നിലൂടെ ഒരൊറ്റ ഓട്ടം.
പണിക്കരെ ഈ പൊട്ടൻ തെയ്യത്തിനും കുളിയൻ തെയ്യത്തിനും മാത്രം എന്തേ മോപ്പാളാ? പൊട്ടൻ തെയ്യത്തിന്റെയും കുളിയൻ തെയ്യത്തിന്റെയും മീട്ടെ തന്നെ കാണുന്നില്ലടോ ഒരു പാവം. അതുകൊണ്ടല്ലേ നീ എല്ലാം പേടിച്ചിട്ട് ഓടുന്നത്? അതെല്ലാം നിങ്ങ തന്നെ വരക്കുന്നു. പിന്നെ ആരി ഞാനെടോ. അപ്പോ നിങ്ങ എന്താ തെയ്യം കെട്ടാത്തെ? തെര കഴിഞ്ഞിട്ട് വേണ്ടോ കടൽ വിളിക്കാൻ? നിങ്ങ തെയ്യം കെട്ടുന്നേ കാണണമെന്നുണ്ട് പണിക്കരെ. ചെണ്ട കൊട്ടാനും മോത്ത് എഴുതാനേ ഞാൻ വേണ്ടടോ. എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണ്ട. സൈലൻസ്. ഒച്ച വെക്കല്ലേ. എന്താടാ ഉണ്ണികൃഷ്ണ, എഴുന്നേറ്റ് നിൽക്കടാ. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലേ? ടീച്ചറെ ഓന് നല്ല തെയ്യം കാണാൻ പോയിനി. ആരാ? എന്താ ടീച്ചറെ കുണം വരുത്തണേന്നെല്ലാം പറഞ്ഞു കേട്ടിരുന്നു. ഉണ്ണികൃഷ്ണൻ ഇന്നലെ രാത്രി തെയ്യം കാണാൻ പോരുമല്ലോ മാഷേ. അതുകൊണ്ട് ക്ലാസ്സിലിരുന്ന് നല്ല ഉറക്കം. അതേതായാലും നന്നായി കുണം വരുത്തണേന്ന് പറഞ്ഞത്. പരീക്ഷക്കല്ല അത്രക്ക് ഉണ്ടല്ലോ മാർക്ക് ഇവനി. അല്ലടാ, എന്ത് തെയ്യം? കുളിയനോ പൊട്ടനാ? പൊട്ടമാഷേ അല്ല തെയ്യമാഷേ. വരുന്നു ടീച്ചറെ. എന്റെ പൊട്ടൻ തെയ്യേ, എനക്കൊരു മോപ്പാളെ കിട്ടിയില്ലെങ്കിൽ. നിന്നുറങ്ങാതെ എന്തെങ്കിലും എഴുതി വെക്ക്. സ്നേഹാദരമേറ്റുവാങ്ങിയ ശ്രീ ഉണ്ണികൃഷ്ണൻ കുളിയങ്കാവിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ നാടിൻ്റെ അല്ല, എൻ്റെ കുളിയങ്കാവിൻ്റെ ഞാൻ കണ്ടതും വളർന്നതും പിച്ചവച്ചതുമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കടലാസിൽ പകർത്തിയപ്പോൾ, അതൊരു പുസ്തകമായപ്പോൾ നിങ്ങൾ നൽകിയ അംഗീകാരം, ഇന്നിവിടെ ഈ സ്വീകരണത്തിന് ഞാൻ അർഹനാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ നാടിൻ്റെ നന്മയിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇവിടുത്തെ നാട്ടുവഴികളും പാടവും തോടും കാവും തെയ്യവും കളിക്കൂട്ടുകാരും ഒക്കെ മാത്രമേ ഇന്നും എൻ്റെ മനസ്സിലുള്ളൂ. ഇവിടുത്തെ ഓരോ മൺതരിക്കും ഉണ്ണികൃഷ്ണനെ അറിയാം. ജീവിതത്തിൻ്റെ കയ്പ് നിറഞ്ഞ വഴിത്താരകളിൽ അറിവിൻ്റെ വിത്തുപാകിയ ഗുരുനാഥന്മാർക്കും
നേട്ടങ്ങൾക്കരികിലേക്ക് വാശിയോടെ മുന്നേറാൻ പിന്നിൽ ഒരു പാദസരക്കിലുക്കം സമ്മാനിച്ച കളിക്കൂട്ടുകാരിക്കും പിന്നെ പിന്നെ എഴുതാനും വായിക്കാനും എനിക്ക് വേണ്ടി മണ്ണെണ്ണ വിളക്കിനരികിൽ വിളക്കിനേക്കാൾ തെളിച്ചത്തിൽ കാവലിരുന്ന എൻ്റെ അമ്മയ്ക്കും വേണ്ടി ഞാൻ ഈ ഉപഹാരം സമർപ്പിക്കുന്നു. Dee dee